വചനത്തിലൂടെ വായിച്ചറിഞ്ഞ, കേട്ടറിഞ്ഞ, വചനപ്രസംഗങ്ങളിലൂടെ കേട്ടറിഞ്ഞ ദൈവത്തെ അല്ല, അതിനപ്പുറത്ത് ഉത്തരം നൽകുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ അനുഭവം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവനുള്ള, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ജോഷുവ ജനത്തോട് പറയുന്ന വചനമാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലൊരു ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. ഒരു പെട്ടെന്നൊരു എമർജൻസി വന്നപ്പം ഒരു വലിയൊരു എമൗണ്ട് കണ്ടെത്തേണ്ട ഒരു ആവശ്യം വന്നു. ഒരു വിധത്തിലും നമുക്ക് അത്രയും വലിയൊരു എമൗണ്ട് കണ്ടെത്തി ആ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, മറ്റുള്ളവരോട് ചോദിക്കാനും ഒരു ബുദ്ധിമുട്ട്, മറ്റെവിടെ നിന്ന് കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലോചിച്ചപ്പോൾ ഒരു പൊതുവായൊരു തീരുമാനം ഇങ്ങനെ എടുത്തു. ഒരു കാര്യം ചെയ്യാം, ഈ അടുത്ത 2-3 മാസം മുമ്പ് ഒരു ചിട്ടിക്ക് ചേർന്നായിരുന്നു KSFE-യുടെ. ആ 2-3 മാസമായിട്ടുള്ളൂ ചേർന്നിട്ട്. 19 പേരോളം ഉള്ള ഒരു ചിട്ടിയാണ്. അപ്പോൾ ആ ചിട്ടി കിട്ടുവാണെങ്കിൽ ഇപ്പോഴത്തെ ക്രൈസിസ് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ അത് കിട്ടുക എന്നുള്ളത് ഒരു പോസിബിളായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഒരു നോർമൽ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഒരു പോസിബിളായിട്ടുള്ള കാര്യമല്ല. വീട്ടിലൊരു തീരുമാനം എടുത്തു, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ചിട്ടിയുടെ നറുക്ക് വരുന്ന ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രാവിലെ, ഞാനും പപ്പായും അമ്മയുണ്ട്, ഞങ്ങൾക്ക് തീരുമാനിച്ചു രാവിലെ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് ഒരു 11 മണിക്കൂർ അങ്ങ് പ്രാർത്ഥിക്കാം. വീട്ടിലൊരു പ്രാർത്ഥനാ മുറിയുണ്ട്. അപ്പം അവിടെ തിരിയും കത്തിച്ച് വെച്ച് മാറി മാറി റൊട്ടേഷണൽ വൈസ് ഒരു 11 മണിക്കൂർ പ്രാർത്ഥിക്കാം. അപ്പം അതിനിടയ്ക്ക് പപ്പ പോയി സമയമാകുമ്പോൾ പോവുക, പ്രാർത്ഥിച്ചൊരുങ്ങി പോകാം എന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. ശനിയാഴ്ച വന്നു. ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ പള്ളിയിൽ പോയി, അച്ഛൻ്റെ അടുത്ത് പോയി എല്ലാവരും കുമ്പസാരിച്ചൊരുങ്ങി കുർബാനയും സ്വീകരിച്ചു. തിരിച്ച് വീട്ടിൽ വന്ന് പ്രാർത്ഥനാ മുറിയിൽ കയറിയിട്ട് ഓരോരുത്തരും മാറി മാറി, എല്ലാവരും ഒരുമിച്ചൊന്നും ഇരുന്നില്ല, ഓരോരുത്തരും മാറി മാറി ഇരുന്നു. അവരുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ മാറി മാറിയിരിക്കും. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. ഒരു 11 മണിക്കൂർ പ്രാർത്ഥന ഞങ്ങൾ ഉദ്ദേശിച്ചത്. 11 മണി എങ്ങാണ്ടായപ്പോൾ പപ്പയ്ക്ക് പോകേണ്ടി വന്നു. അപ്പം ഞങ്ങൾ മാറിയിരുന്നു. അങ്ങനെ പപ്പ പോയി. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പം പപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ചിട്ടി നമുക്കടിച്ചു എന്ന് പറഞ്ഞു. അതായത് ഒരു 2-3 മാസമായിട്ട് തുടങ്ങിയിട്ട് 19 പേര് പങ്കെടുക്കുന്ന ഒരു ചിട്ടിയാണ്. അപ്പം നമ്മൾ അറിയാലോ, നമ്മൾ ഇത് നറുക്കാണ് വിളിക്കുന്നത്, KSFE-യുടെ ചിട്ടിയാണ്, നറുക്ക ചിട്ടിയാണ്. ഇത്രയും പേർക്കിടയിൽ നമുക്ക് കിട്ടുക എന്നുള്ളത് മാനുഷികമായി ചിന്തിച്ചാൽ സാധ്യത വളരെ കുറവാണ്. അത് ഇമ്പോസിബിൾ തന്നെ വേണേൽ പറയാം. പക്ഷേ അതിന് കിട്ടിയതിൻ്റെ ഒരേ ഒരു കാരണം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെയും അതിന് മുൻപ് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെയും ബലത്തിൽ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളിവിടെ ആയിരിക്കുന്നതിൻ്റെ കാരണവും ആ ദൈവം നമുക്ക് ഉത്തരം നൽകുമെന്നുള്ള ഉറപ്പ് കൊണ്ട് മാത്രമാണ്.